ഹേ ഗൈസ്, ഇത് ഈ വർഷത്തെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഒരു വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. സോ അതുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. നമുക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കും നിൽക്കില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നത് കേട്ടോ. ഈ കഴിഞ്ഞു പോയ കുറച്ച് ദിവസങ്ങൾ എനിക്ക് അങ്ങനെയായിരുന്നു. സോ ഞങ്ങൾക്ക് ഓഫ് കിട്ടിയ ഒരു ദിവസം ദേവികേച്ചി പറഞ്ഞു നമുക്കൊന്ന് പള്ളിയിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നേരെ ട്രെയിൻ കയറി പിന്നെ ചർച്ചേരിയിലേക്കാണ് കേട്ടോ പോയത്. അവിടുന്ന് നമ്മൾ ഇറങ്ങി പള്ളിയിൽ ചെന്നപ്പോഴാണ് പള്ളി ക്ലോസ് ആയിരുന്നു. ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. കാരണം നമ്മുടെ നാട്ടിലെ പോലെ എപ്പോഴും ഇവിടെ പള്ളി ഓപ്പൺ ആക്കിയിടുക പരിപാടികളൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു പബ്ലിക് ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടാണ് കേട്ടോ പോയത്. പക്ഷെ നമ്മൾ പറഞ്ഞ ഡിഷസ് കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മളെപ്പോഴും പോകുന്ന ടേസ്റ്റ് ഓഫ് കേരളയിലേക്കാണ് കേട്ടോ അവിടെ നിന്ന് പോയി അവിടെ ചെന്ന് നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാനും ദേവികേച്ചിയും കൂടെ ഒരു കപ്പ ബിരിയാണിയും പിന്നെ ഹെലനും അനുവും കൂടെ ഒരു ചട്ടിച്ചോറാണ് കേട്ടോ പറഞ്ഞത്. ചട്ടിച്ചോറ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു. കാരണം എല്ലാ സാധനങ്ങളും കൊണ്ട് ഫില്ലായിരുന്നു കേട്ടോ. അത് കപ്പ ബിരിയാണി അത്യാവശ്യം നല്ല ടേസ്റ്റ് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചട്ടിച്ചോറാണ് കേട്ടോ ഇഷ്ടമായത്. പിന്നെ അവസാനം എക്സ്ട്രാ കുറച്ച് ചോറ് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന മാങ്ങാച്ചമ്മന്തി കൂട്ടി അത് ഇച്ചിരി കഴിച്ചിട്ടോ. എനിക്ക് ശരിക്കും വീട്ടിലെ ഫീലായിരുന്നു കിട്ടിയത്. കാരണം നമ്മൾ വീട്ടിലങ്ങനെ ഒരുപാട് കറി കൂട്ടിയൊന്നും എപ്പോഴും കഴിക്കാറില്ലല്ലോ. എനിക്ക് പൊതുവേ ഒരു കറിയെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര എനിക്കത് മതി. ഇങ്ങനെ ഒരുപാട് കറി വേണമെന്നൊന്നും എനിക്കങ്ങനെ നിർബന്ധമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്ര ക്ലീനല്ല ഇത്ര ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് കഴിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പേയ്മെൻ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ നമുക്കൊരു ചോക്ലേറ്റൊക്കെ തന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കിട്ടിയ ചോക്ലേറ്റ് ഞാൻ അപ്പം തന്നെ കഴിച്ചേ.